ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകളിലേക്ക്. മലപ്പുറം കൂരിയാട് നിർമ്മാണം നടക്കുന്ന ദേശീയപാതയുടെ ഭിത്തി തകർന്നു വീണു. സർവീസ് റോഡിലൂടെ പോവുകയായിരുന്ന വാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു. തകർന്നത് നിർമ്മാണം അവസാന ഘട്ടത്തിലിരിക്കുന്ന റോഡ്. കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ ഗതാഗത തടസ്സം. മുല്ലപ്പെരിയാർ ഡാമിന് സമീപത്തെ മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകി സുപ്രീം കോടതി. 3 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രം തീരുമാനമെടുക്കണം. വള്ളക്കടവ് മുല്ലപ്പെരിയാർ റോഡ് കേരളം ഗതാഗത യോഗ്യമാക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യവും അംഗീകരിച്ചു. മാല മോഷ്ടിച്ചുവെന്നാരോപിച്ച് ദളിത് യുവതിക്ക് പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്നത് ക്രൂര മാനസിക പീഡനം. 20 മണിക്കൂർ വെള്ളം പോലും കൊടുക്കാതെ ചോദ്യം ചെയ്യൽ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അപമാനിച്ചെന്നും യുവതി. പേരൂർക്കട എസ്ഐക്ക് സസ്പെൻഷൻ. ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചിട്ടില്ലെന്ന് ബെയിലിൻ ദാസ്. ചെയ്യാത്ത കുറ്റം ഞാൻ എന്തിനാ കേൾക്കുന്നത്? അതിന്റെ പുറകിൽ പ്രവർത്തിച്ചാലും എല്ലാവരും പുറത്തു വരും. ഇൻക്ലൂഡിംഗ് ഓൾ ദ ഡിഗ്നിറ്ററീസ്. I won't leave anyone. What doubt on that? I have never done that. 4 ഉപാധികളോടെ ബെയിലിൻ ദാസിന് ജാമ്യം അനുവദിച്ച കോടതി. ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം തുടരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിച്ച് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിൽ വ്യക്തത തേടി സമിതി അംഗങ്ങൾ. പാകിസ്ഥാൻ സുവർണ ക്ഷേത്രവും ആക്രമിക്കാൻ ലക്ഷ്യമിട്ടെന്ന് സ്ഥിരീകരിച്ച കരസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു. A case in point being the Golden Temple located in Amritsar, which is internationally renowned and a place of faith for everybody. It saw a surfeit of drone and missile attacks, which were thwarted bravely by our army AD gunners. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായ്ക്കെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘം. പാകിസ്ഥാനെതിരെ ക്രിക്കറ്റിലും ഇന്ത്യൻ നയതന്ത്രം. ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നിന്ന് പിന്മാറും. പാക് മന്ത്രി ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ തലപ്പത്തുള്ളതിൽ ഇന്ത്യയ്ക്ക് പ്രതിഷേധം. അഴിമതി ആരോപണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൻ പ്രതിസന്ധിയിൽ. ഇഡിയെ പൂട്ടാൻ ഉറച്ച് കേരള സർക്കാരും. അറസ്റ്റിലായ ചാർട്ടേഡ് അക്കൌണ്ടന്റിൽ നിന്ന് നിർണായക രേഖകൾ കിട്ടി. സംസ്ഥാനത്ത് ഇടിമിന്നലോടെ മഴ തുടരും. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 23 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്നു വീണു. ഹൈവേയുടെ പാർശ്വഭിത്തികളാണ് ഇടിഞ്ഞു വീണത്. ആളപായമില്ല. വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി. കൊളപ്പുറം കക്കാട് വഴി തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. യാത്രക്കാർക്ക് വഴി മാറിപ്പോകാൻ നിർദ്ദേശമുണ്ട്. VK പടിയിൽ നിന്നും മമ്പറം വഴി കക്കാട് കയറിപ്പോകാനാണ് നിർദ്ദേശം. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഭാഗ്യം കൊണ്ട് മാത്രം ആളുകൾ രക്ഷപ്പെട്ടു എന്നേ പറയാൻ കഴിയുള്ളൂ. അത്രയ്ക്ക് ഭീകരമായ ദൃശ്യങ്ങളാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുന്ന തരം ദൃശ്യങ്ങളാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എപ്പോഴായിരുന്നു സംഭവം? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഉച്ചയോടെയാണ് ദേശീയപാത 66-ന്റെ സർവീസ് റോഡിലെ ഒരു ഭാഗത്തേക്ക് ഈ പാർശ്വഭിത്തി അല്ലെങ്കിൽ ഈ ഹൈവേയുടെ കെട്ടിയുയർത്തിയ ഭാഗം ഇടിഞ്ഞു വീണത്. ആ ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ റോഡ് തകർന്നു. റോഡിനപ്പുറത്തുള്ള പാടത്തും അതിന്റെ പ്രതിഫലനം ഉണ്ടായി. പാടത്ത് മണ്ണ് ഉയർന്നു. വലിയ ഒരു അപകടം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വഴിമാറിപ്പോയതെന്ന് വേണം പറയാൻ. 3 വാഹനങ്ങൾ ഈ സമയത്ത് അപകടത്തിൽപ്പെട്ടെങ്കിലും യാത്രക്കാർ പരിക്കേറ്റ് വലിയ പരിക്കുകൾ കൂടാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൂരിയാടാണ്. വലിയ പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട്. ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരൂരങ്ങാടി നഗരസഭയുടെ
ചെയർമാനും ഇവിടെയുണ്ട്, KP മുഹമ്മദ്. കലക്ടർ ഇതുവരെ സൈറ്റ് എത്തിയിട്ടില്ല. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ജനങ്ങളായ ഭയങ്കര സംഖ്യയിലാണ്. ഇതിനി പൊട്ടിത്തെറിക്കുന്നുള്ള പേടിയിലാണ് ആളുകൾ. പല ഭാഗത്തും അതിന്റെ വിള്ളലുകൾ കാണുന്നുണ്ട്, പാടങ്ങനെ പൊന്തി വരുന്നുണ്ട്. അപ്പൊ തഹസിൽദാർ സ്ഥലത്ത് സന്ദർശിച്ചു പോയി, MLA വന്നുപോയി. അപ്പൊ അത് അടിയന്തര നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും. കാരണം NHന്റെ ആളുകൾ പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ ഇവിടേക്ക് എത്തിച്ചേരുന്നില്ല എന്ന ആശങ്കയാണ് ഇവിടെയുള്ളവർ തന്നെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കളക്ടർ അടക്കമുള്ളവരിലേക്ക് എത്തണമെന്ന ഒരാവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ പൂർണ്ണമായിട്ടും നമുക്ക് അവിടേക്ക് പോകാൻ കഴിയുകയില്ല. കാരണം പോലീസ് ആ മേഖലയിലേക്കുള്ള സഞ്ചാരം നിയന്ത്രിച്ചിട്ടുണ്ട്. കാരണം അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. ഇത് ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള പുതിയ 6 വരി പാതയാണ് ഇവിടെ കെട്ടി ഉയർത്തിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ കാണാം എത്ര ഉയരത്തിലാണ് ഈ ഒരു പാത നിർമ്മിച്ചിട്ടുള്ളതെന്ന്. ഇതെല്ലാം തന്നെ ഇതിന്റെ എല്ലാം ഭാരം പാടത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ബൈപ്പാസിലേക്ക്, അതായത് ഇവിടുന്ന് അങ്ങോട്ട് 2 വശവും പാടമാണുള്ളത്. അപ്പോൾ ഈ പാടത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് ഇതിന്റെ ഭാരം ഒന്നാകെ വന്ന് അവിടെ ഇടിഞ്ഞ് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കിതാ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ ആ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ആ സർവീസ് റോഡ് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുള്ള ഒരവസ്ഥ. അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഇത്രമാത്രം ഇത് ഭീകരമാണെന്ന് കാണണമെങ്കിൽ ഈ സർവീസ് റോഡിന് മറുവശത്ത് നമുക്ക് പാടം കാണാൻ സാധിക്കും. ആ പാടത്തിന്റെ ഒരു ഭാഗം ഉയർന്നു പൊങ്ങിയിട്ടുള്ള കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇത് നേരത്തെ നിരപ്പായിരുന്ന ഭാഗമാണ്. അവിടെയാണ് ആ പാടം ഉയർന്നു പൊങ്ങിയിട്ട്, അതായത് ഈ ഇവിടെ ഇടിഞ്ഞ് താഴ്ന്നതിന്റെ ഭാരം മുഴുവൻ ഈ വശത്തേക്ക് എത്തി അവിടെ ആ പാടത്തിന്റെ ഒരു ഭാഗം കൂടി ഉയർന്നു പൊങ്ങി വിണ്ടുകീറിയ അവസ്ഥയിലാണ് ഉള്ളത്. അതായത് റോഡ് ഇവിടെ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാരം താങ്ങാൻ ഈ മണ്ണിന് കഴിയാതെ ഇവിടെ റോഡ് ഇരിക്കുകയും ഇവിടെ ഒന്നാകെ ഇടിഞ്ഞു വീഴുകയും റോഡ് തകരുകയും അതിനപ്പുറം ആ പാടത്ത് വരെ, അതായത് സർവീസ് റോഡിന് മറുവശത്തുള്ള പാടത്ത് വരെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിഞ്ഞു മാറിയത് എന്ന് വേണം, തലനാരിഴയ്ക്ക് ഇല്ലാതെയായി മാറിയത് എന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്താണെങ്കിൽ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടേറെ ജീവൻ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാവുക, വലിയ അപകടങ്ങൾക്ക് അത് കാരണമായേനെ. ഇത് ഇപ്പോഴും പൂർണ്ണമായിട്ടും നിർമ്മാണം കഴിയാത്ത ഒരു ഭാഗം കൂടിയാണ് ഇത് എന്ന് വേണം പറയുവാൻ. പക്ഷേ നമുക്കറിയാം ദേശീയപാത 66-ൽ പൂർത്തിയായ ഭാഗങ്ങളിലൂടെയൊക്കെ വാഹനം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വാഹനം വിട്ടൊരു മേഖല കൂടിയാണിത്. എന്നാണെങ്കിലും നിലവിൽ ഈ ഒരു മേഖലയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിട്ടുണ്ട്, വഴി തിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വലിയ ആശങ്ക ഉയരുന്നത് നമുക്കറിയാം ദേശീയപാത 66 ഒരു അഭിമാനമായിട്ടാണ് അതിന്റെ നിർമ്മാണത്തെ നമ്മളൊക്കെ കാണുന്നത്. നമ്മൾ അത്തരത്തിലുള്ള പല വാർത്തകളും പ്രേക്ഷകർക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം ഒരു അപകടം അല്ലെങ്കിൽ ഈ ഒരു റോഡ് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന ഒരാശങ്ക ചെറുതല്ല. അതുതന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നതും. ഇപ്പോൾ ഈ ജനങ്ങളൊക്കെ ഇവിടെ പ്രതിഷേധിക്കാനുള്ള ഒരു കാരണവും നേരത്തെ MLA KP മജീദ് അടക്കമുള്ളവർ പങ്കുവച്ചതും നിർമ്മാണ സമയത്ത് തന്നെ ഇതിലെ പല അപാകതകളും അശാസ്ത്രീയതകളും പങ്കുവച്ചിരുന്നു. പക്ഷേ നിർമ്മാണ സമയത്ത് ഇതിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി അതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇത്രയും ഉയരത്തിൽ നിർമ്മിച്ചിട്ടിരിക്കുന്ന ഈ ഹൈവേയുടെ കടന്നു പോകുന്ന ഭാഗം സ്വാഭാവികമായിട്ടും അതിന്റെ ഭാരം അതിന്റെ സർവീസ് റോഡിലേക്കാണ് എത്തുക. ആ സർവീസ് റോഡിന്റെ പാടമാണ്. നമുക്കറിയാം പാടം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു പാരിസ്ഥിതികമായി നോക്കിയാൽ കുറച്ചുകൂടെ ഫ്രജൈലായ നനവുള്ള പ്രദേശം. അപ്പോൾ ഇത്രയും ഉയരത്തിൽ ഇത്രയും ഭാരത്തിൽ ഒരു ഭാഗം താങ്ങാനുള്ള കെൽപ്പുണ്ടാവുമോ? ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റൂട്ടിൽ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഉയരത്തിൽ പാലങ്ങളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായും അത് വളരെ വ്യക്തമായിരിക്കും. എന്നോടൊപ്പം തിരൂരങ്ങാടി നഗരസഭ ചെയർമാൻ കൂടി ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ ഈ ഒരു റോഡിന്റെ നിർമ്മാണ സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെന്ന് അറിയാം. ധാരാളമായി കോഴിക്കോട് ജില്ലയിലെ നിർമ്മാണം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് ഫില്ലർമല് ചെയ്തതാണ്. ഇങ്ങനെ ഇത്ര ഉയരത്തിൽ നിർമ്മാണം ആശങ്ക വല്ലാതെ ആളുകൾക്കുണ്ടാക്കി. ഉത്തരവാദപ്പെട്ട ജനപ്രതിനിധികളൊക്കെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ ഈ ജില്ലയിലേക്കുള്ള ഇതിന് നിർമ്മാണം വന്നപ്പോൾ തന്നെ എന്ന് തുടങ്ങിയാണോ അന്നു മുതൽ മരണം തുടങ്ങി അപകടം. ഈ പാലം വരുന്നതിനും റോഡ് വികസിക്കുന്നതിനും വലിയ താല്പര്യപൂർവ്വം കാത്തിരുന്ന ആളുകൾക്ക് അവസാന നിർമ്മാണത്തിലെ പാകപ്പിഴവുകൾ, ഈ വളവുകൾ, തിരിവുകൾ, എടരിക്കോട്, ചങ്കുവട്ടി ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇപ്പം കക്കാട് ജംഗ്ഷനിൽ
പലവട്ടമായി പാലം റോഡ് ഭാരം താങ്ങാൻ പറ്റാതെ റോഡ് ഇരിക്കുകയാണ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ. വയലുകളിലൊക്കെ എന്താണ് സംഭവിച്ചത് നമുക്ക് ടെക്നോളജിക്കലായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും അശാസ്ത്രീയത ഉണ്ടെന്നുള്ളതിന് നിർമ്മാണം കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. ഇപ്പം ഈ ആഴ്ചയിൽ എത്ര എണ്ണായും മരിക്കണം. പിന്നെ തിരുവനന്തപുരം നഗരസഭയുടെ അപ്പുറത്ത് കോഴിച്ചന ഭാഗത്ത് മിനിഞ്ഞാന്ന് 3 ട്രക്ക് ഓരോ വണ്ടിയും പെട്ടെന്ന് ഓടിക്കാൻ വഴിക്ക് തെന്നിപ്പോവാണ്. അപ്പം ഇത് വരുന്നതിന് മുമ്പ് ഇത്ര അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഈ റോഡിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും അതിന്റെ ദൃശ്യങ്ങൾ വരുമ്പോൾ അതിലൂടെ വാഹനങ്ങൾ പോകുന്നതാണ് നമുക്ക് വലിയ അഭിമാനമായിരുന്നു. കാരണം കേരളത്തിലേക്ക് വലിയൊരു മാറ്റം നമ്മൾ വരുന്നു എന്നുള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം തീർക്കുന്നുണ്ടോ ഈ അപകടങ്ങളും? ഈ ഒരു അപകടം കൊണ്ട് മാത്രമാണ് ഈ കുഴപ്പമില്ലല്ലോ. ഒട്ടനവധി അപകടങ്ങൾ ഇപ്പം നടന്നു. ഒരു യാദൃശ്യ സംഭവമോ വലിയ പെട്ടെന്നുണ്ടായതെന്നൊക്കെ. ഈ നിർമ്മാണത്തിൽ ഒരുപാട് അപാകത ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ജനങ്ങളുമായി ഉദ്യോഗസ്ഥന്മാർ ചർച്ച ചെയ്ത് ഇത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നു, ആരോ നിർമ്മാണം നടത്തുന്നു, അതും പരാതി കൊടുത്താലും പരിഹാരമില്ലാതെ പോകുന്നു എന്നതാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് ഇനി വരട്ടെ. MLA-മാരും ഭരണകർത്താക്കളൊക്കെ ഉണ്ടല്ലോ പ്രാദേശിക. ഇവിടെ ഇപ്പം തന്നെ AR നഗർ പഞ്ചായത്ത്, തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി, വേങ്ങര പഞ്ചായത്ത് എല്ലാവരും ഭാരവാഹികളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി MLA-മാരൊക്കെ വന്ന് കലക്ടർ എത്തട്ടെ. കലക്ടർ എത്തിയിട്ട് വേണം. ഈ നിർമ്മാണത്തിനേക്കാൾ ഏറെ ഫ്ലൈ ഓവർ നിർമ്മാണമാണ് ഇനി ഇവിടെ ആവശ്യം. അതിന്റെ പ്രത്യേകിച്ച് ഇവിടെ ചതുപ്പ് നിലമാണ്. ഈ ചതുപ്പ് നിലത്തിന്റെ ഈ ഭൂമിന്റെ ശാസ്ത്രീയത പോലും മനസ്സിലാക്കാതെ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ നാട്ടുകാർ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ഫ്ലൈ ഓവർ വേണമെന്നാണ്. ഫ്ലൈ ഓവർ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അന്ന് സ്ഥലം സന്ദർശിച്ച ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് അടക്കം പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് മന്ത്രിയുടെയും ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കലക്ടർ നേതൃത്വത്തിൽ മീറ്റിംഗ് നടന്നിട്ടും ആ മീറ്റിംഗിലെല്ലാം പറഞ്ഞിട്ട് പോലും അതെല്ലാം അവഗണിച്ചിട്ടാണ് അവർ ഈ കോലത്തിലേക്കുള്ള ഒരു നിർമ്മാണം. പ്രധാനപ്പെട്ട കാര്യമാണ് ചതുപ്പ് നിലത്തിലൂടെ ഈ ഒരിക്കലും ഇത്തരം റോഡ് നിൽക്കില്ല എന്നുള്ളത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് KNR നടത്തിയ വർക്കിന് മാത്രമാണ് ഇതുപോലുള്ള സിമന്റ് ബ്ലോക്ക് വെച്ചിട്ട് സൈഡ് ബത്തി കെട്ടിയിട്ടുള്ളത്. നേരെ മറിച്ച് നിങ്ങൾ ചാവക്കാട് മുതൽ ആ റീച്ച് ആലപ്പുഴ വരെ നീളുന്ന റീച്ചിൽ എല്ലായിടത്തും പ്രീകാസ്റ്റ് സ്ലാബുകളാണ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഇവിടുത്തെ പൊതുപ്രവർത്തകർ എപ്പോഴും ഇത് സന്ദേഹപ്പെടാറുണ്ട്. ഇത് ഒരു വലിയ അപകടത്തെ വിളിച്ചു വരുത്തിന് മുമ്പുള്ള സൂചനയായിട്ട് വേണം ഇത് നാട്ടുകാർ. തീർച്ചയായിട്ടും ഇതിനകത്തെ ഇതിലൊരു ഹെവി വെഹിക്കിൾ ട്രക്ക് ഇടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു JCB തട്ടുകയാണെങ്കിൽ ഇത് മൊത്തം കീഴവിയും. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 5 നില കെട്ടിടത്തിന്റെ ഉയരമാണ്. ഇത് വലിയൊരു അപകടത്തിന് മുമ്പ് ചെറിയൊരു അപകടം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് നമ്മൾ സൂചനയായി കണ്ട് നമ്മൾ ഇനി എന്താ. തീർച്ചയായിട്ടും KNRന്റെ ഈ വർക്കിനകത്ത് ഒരുപാട് ഡിഫക്റ്റുകളുണ്ട്. ഞങ്ങൾ നിരന്തരം ചൂണ്ടിക്കാണിക്കാണ്. ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ തൊട്ടടുത്ത് പനമ്പുഴ ബ്രിഡ്ജ് ഉണ്ട്. എനിക്കറിയാം 1980 ഉണ്ടാക്കിയ ബ്രിഡ്ജാണ്. അവിടെ 2 ലൈന് മാത്രമേ ഉള്ളൂ. സർവീസ് റോഡ് കട്ട് ചെയ്തു. മെയിൻ റീച്ച് എന്ന് പറയുന്നത് എല്ലായിടത്തും കേരളത്തിൽ ഉടനീളം 3 ട്രാക്കാണ്. 3 ട്രാക്കും സർവീസ് റോഡും. അങ്ങനെ അപ്പുറവും ഇപ്പുറമായിട്ട് 8 ട്രാക്കാണ് ഇതിനകത്തുള്ളത്. ഇവിടെ വെച്ച് അത് മുറിച്ചിട്ട് 2 ട്രാക്കാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ രൂപത്തിലാണ് KNRന്റെ വർക്ക്. നിങ്ങളൊന്ന് നോക്കൂ, കോഴിക്കോടിന് അപ്പുറം അവിടെ ഒന്നും ഇങ്ങനത്തെ നിർമ്മാണം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ഇത് അശാസ്ത്രീയമാണ്. ഇത് സിമന്റ് ബ്ലോക്ക് സാധാരണഗതിയിൽ ചെറിയ വീടുകൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. വലിയ കെട്ടിടങ്ങൾക്ക് നമ്മൾ സാധാരണഗതിയിൽ PCC ചെയ്ത ഫില്ലറുകളിലാണ് ആ ബിൽഡിങ്ങുകളൊക്കെ പോകുന്നത്. ഇവിടെ നിങ്ങളൊന്ന് നോക്കൂ. 5 നില കെട്ടിടത്തിന് ഉയരമാണ്. ഏതാണ്ട് 15-20 മീറ്റർ ഹൈറ്റിലുള്ള ഭീമാകാരമായ ഒരു സൈഡ് വാളാണ് ചൈനീസ് മതിൽ കടക്കെ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അധികാരികൾ കേരള PWDയും അതുപോലെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പും ഇത് കൃത്യമായി ശാസ്ത്രീയമായി അപഗ്രഥിക്കേണ്ടിയിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ടെക്നിക്കൽ എക്സ്പേർട്സ് അല്ലാത്തതുകൊണ്ട് ഇതിന്റെ ടെക്നിക്കൽ സംഗതികൾ കൂടുതൽ പറയാൻ ഞങ്ങൾ പൊതുപ്രവർത്തകർ ആളുകളല്ല. പക്ഷെ ഇത് ഒരു വലിയൊരു അപകടമായി നമ്മളെ മുമ്പിൽ സൂചനയായി നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നതിനിടയിൽ റോഡിൽ കാരണം ജനങ്ങളുടെ ഒരു പ്രതിഷേധം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെ വൈകാരികമായിട്ട് അവർ പറയുന്നതിൽ കാരണമുണ്ട്. മുൻപൊക്കെ പലവരും ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും അത് കാര്യമായി കണക്കിലെടുത്തില്ല എന്നുള്ളത്. നമുക്ക് ശ്രീജ, നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരേണ്ടതുണ്ട്. നേരത്തെ നമ്മോട് സംസാരിച്ചപ്പോൾ അവർ സൂചിപ്പിച്ചതും ഈ ഒരു പാടത്തിന്റെ നടുവിലൂടെ ഇത്തരത്തിൽ ഒരു സർവീസ് റോഡ് ഉണ്ടാക്കുന്നത് ചതുപ്പ് നിലത്തിലൂടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധാരണഗതിയിൽ അവിടെ ഒരു ബലക്കുറവ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇരിക്കുന്നൊരു സാധ്യത ഉണ്ട് എന്ന് തന്നെ വേണം കരുതുവാൻ. ഇവിടെ ഫ്ലൈ ഓവർ വേണമെന്ന് നിർദ്ദേശിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഒട്ടേറെ നീരൊഴുക്കുകളുള്ള സ്വാഭാവികമായിട്ടും പാടമാകുമ്പോൾ അതിന്റെ മണ്ണിന്റെ
ബലവും അല്ലെങ്കിൽ അതിന്റെ സ്വഭാവവും ഒക്കെ അത്തരത്തിൽ തന്നെയാകും. വലിയൊരു മഴ വരികയോ ഒരു വെള്ളപ്പൊക്കം വരികയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു മണ്ണിരിക്കുന്നതിനും മണ്ണ് ഒലിച്ചു പോകുന്നതിനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബൈപ്പാസിന്റെ ഈ ഒരു സർവീസ് റോഡ് ഇത്തരത്തിൽ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത അത് മുന്നിൽ കണ്ടു തന്നെയാണ് ഇവിടെ ഫ്ലൈ ഓവർ എന്നൊരു ആവശ്യം ഈ പ്രദേശവാസികൾ ഉന്നയിച്ചതെന്നാണ് അവർ പറയുന്നത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഇപ്പോൾ ഈ കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന ഈ സർവീസ് റോഡ് ഇടിഞ്ഞപ്പോൾ അത് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ഒട്ടേറെ അശാസ്ത്രീയമായ കാരണങ്ങൾ, നിർമ്മാണത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ ഒരു അപകടത്തിലേക്ക് അല്ലെങ്കിൽ അപകടത്തിന് കാരണമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണെങ്കിലും ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ നിന്ന് അഭിമാനമാകുന്ന ഒരു ദേശീയപാത അത് നിർമ്മാണത്തിലിരിക്കെ ഇത്തരത്തിൽ അശാസ്ത്രീയമായ സാഹചര്യങ്ങൾ കൊണ്ട് തകരുന്നു അല്ലെങ്കിൽ ഈ സാഹചര്യം ഉണ്ടാക്കുന്നു എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് തീർക്കുന്നത്. അധികൃതർ ഇനി എങ്ങനെ ഇതിൽ പരിഹാരം കാണും എന്നുള്ളത് മാത്രമല്ല, ഇതൊരു സമാനമായ സാഹചര്യം മലപ്പുറം ജില്ലയിൽ പലയിടത്തുമുണ്ട്. ഇതുപോലെ തന്നെ ഈ ദേശീയപാത കടന്നു പോകുന്ന പാടങ്ങൾക്ക് നടുവിലുള്ള ഇടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതേ സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്കയും ഈ ഒരു അപകടം നമുക്ക് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികൃതർ ഈ പ്രശ്നത്തിൽ എങ്ങനെ ഇടപെടും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ശ്രീജ, ശരി. നിർമ്മാണത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് നേരത്തെ സ്ഥലത്തെത്തിയ KPA മജീദ് MLA പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ഇവിടെ തന്നെ എൻ്റെ അറിവിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച തൽക്കാലം ഒരു സിമെന്റ് ഇട്ട് തൽക്കാലം പാച്ച് ആ ഉള്ളിൽ തൽക്കാലം അടച്ചതാണ്. ഇതിൽ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ കാലവർഷത്തിലാണ്, മഴയുള്ള സ്ഥലം. ഇവിടെ ഇതുപോലെ ഇങ്ങനെ വൃത്തിയിട്ട് മണ്ണിട്ട് നിരത്തിയാൽ നല്ലൊരു മഴ വന്നാൽ ഈ വെള്ളം എവിടേക്ക് പോകണം? ഈ മണ്ണിലുള്ള ഈ വെള്ളം നിന്നുണ്ടെങ്കിൽ നേരെ കീഴ്പോട്ട് വരും. ഇത് കഴിഞ്ഞ തവണ ഈ കക്കാടിൻ്റെയും കുരിയാടിൻ്റെ ഇടയിൽ ഇതുപോലെ സംഭവിച്ചാണ്, ഇതുപോലെ ഇടിഞ്ഞു വീണാണ്. അന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചാണ്, അന്നും കാര്യങ്ങളും ചെയ്തില്ല. ഞങ്ങളുടെ വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു മുന്നൊരുക്കം ഇല്ലാതെ ചെയ്തു പോകുന്ന വർക്കാണ്. ഉയർത്തിയതിലെ പ്രശ്നം തന്നെ മണ്ണിട്ട് ഉയർത്തിയ പ്രശ്നം ഇത് സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമില്ലേ? എത്ര ഉയരത്തിൽ ഇതുപോലെ കല്ല് വെച്ചിട്ടൊക്കെ അതിൽ മണ്ണിട്ടാൽ മഴ പെയ്താൽ എന്താ സ്ഥിതി? ആ വെള്ളത്തിന്റെ സ്ഥിതി വലിയ ദുരന്തമാണ്. വലിയ ദുരന്തം കഴിഞ്ഞ വടങ്ങാൻ സംഭവിച്ച വളരെ ദുരന്തം ഉണ്ടായില്ല. ഇത് നേരത്തെ ചൂണ്ടിക്കാണിച്ചാണ് നമ്മൾ ജില്ലാ വികസന സമിതിയിൽ ഈ പ്രശ്നം നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് മാത്രമല്ല, അവരിപ്പോൾ ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെള്ളം എവിടെ കൊണ്ടത്? ഈ വെള്ളം നമ്മുടെ നാട്ടുകാരുടെ വീടുകളിലേക്ക് കൂടുകയാണ്, പറമ്പ് കൂടുകയാണ്. ഒരു തീരുമാനം ഉണ്ടെന്നില്ല. അതുപോലെ തന്നെ ഇവിടെ വന്ന് ചെയ്യുന്ന കുറച്ച് ചെറിയ റോഡുകളുണ്ട്, പഞ്ചായത്തോടെ എല്ലാം അടച്ചിരിക്കുകയാണ്. എന്തായാലും തലനാരിഴയ്ക്ക് ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അനുമോദ, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൂട്ടിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. താൽക്കാലികമായി ഗതാഗതം തിരിച്ചുവിടുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രദേശത്തെ സ്ഥിതി എന്താണ്? ഈ കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ ഗതാഗതം എങ്ങനെയാണ്? കക്കാട് ജംഗ്ഷനിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം വാഹനങ്ങളെല്ലാം തന്നെ അതുവഴിയാണ് തിരിച്ചുവിടുന്നത്. പ്രധാനമായിട്ടും ഈ ദേശീയപാതയിലെ സർവീസ് റോഡിൽ കടന്നു പോകേണ്ട വാഹനങ്ങളാണ് ഇടറോഡുകളിലൂടെ അല്ലെങ്കിൽ ഇത്ര വീതിയില്ലാത്ത സാധാരണ റോഡുകളിലൂടെ കടന്നു പോകുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു തിരക്ക് ആ മേഖലയിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. കക്കാട് ജംഗ്ഷനാണ് ഇവിടെയുള്ള ഈ പ്രദേശത്തിന് അടുത്തുള്ള പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ. അതിനപ്പുറം വഴിപ്പറയും അവിടെയെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കോഴിക്കോട് പാതയിലൂടെയുള്ള ഗതാഗതം അത് ഏറെ സമയമെടുക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും തീർക്കുക. പ്രധാന റോഡുകളൊക്കെ ഇതുപോലെ തന്നെ അടച്ചതുകൊണ്ട് നമ്മുടെ DSP സാർ, എവിടെയാണ് ഇപ്പോൾ ഗതാഗതം വഴിതിരിച്ചുവിട്ടിരിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഗതാഗതം? കുളപ്പുറത്ത് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്, കക്കാട് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്, മേലെ ചേളാരി ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡൈവേർഷൻ ആയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഇനി ഇത് തീരുന്നവരെ ഇത് ഡൈവേർഷൻ ഉണ്ടാകും. ഉണ്ടാവുന്ന ഉറപ്പാണ്. മാക്സിമം നിൽക്കും, പോലീസിനെ മാക്സിമം വിന്യസിച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഇന്നോ നാളെയോ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ മേഖലയിലൂടെയൊക്കെ തന്നെ ആയിരിക്കും ഗതാഗതം വഴിതിരിച്ചു വിടുക. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ദിവസങ്ങളോളം തുടരും എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ശ്രീജ, ഇനി അറിയേണ്ടത് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാണ് അത് വരേണ്ടത്. ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ടോ? ഇങ്ങനെ മുൻപും സംഭവിച്ചിട്ടുണ്ടെന്ന് ഇപ്പം നേരത്തെ നഗരസഭാ ചെയർപേഴ്സണും KPA മജീദും ഒക്കെ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് എന്തായിരുന്നു ഇവരുടെ വിശദീകരണം?
അല്ല, നിർമ്മാണത്തിലിരിക്കെ സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള, അതായത് കമ്മീഷൻ ചെയ്യുന്നതിന് മുൻപ് നിർമ്മാണത്തിലിരിക്കെ പലയിടത്തും റോഡ് ചിലപ്പോൾ ഇടിഞ്ഞ് വിള്ളൽ വരികയും അതൊക്കെ സാധാരണഗതിയിൽ നിർമ്മാണത്തിലിരിക്കെ ഉണ്ടാകുന്ന ഒരു സംഭവവികാസമാണ്. അതൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് നിർമ്മാണം നടത്തുന്നതും. പക്ഷേ ഇത് ഏകദേശം 90% നിർമ്മാണം, 99% എന്നൊക്കെ പറയാം, നിർമ്മാണം പൂർത്തിയായ ശേഷമാണ് ഈ ഒരു റോഡിൽ ഇത്തരം ഒരു വലിയ തകർച്ച ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ഇതിന് മുൻപുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നിർമ്മാണത്തിലിരിക്കെ അത് പലപ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് വെള്ളം പുറത്ത് ഒഴുകി പോകാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില വിഷയങ്ങളൊക്കെയാണ്. അത് എടുത്ത് ഇതുപോലെ നമുക്ക് ഭീകരമായിട്ടുള്ളൊരു സാഹചര്യം മുമ്പുണ്ടായി എന്നൊന്നും പറയാൻ കഴിയില്ല. അത് പറയുന്നത് സ്വാഭാവികമായിട്ടും നിർമ്മാണത്തിൽ ഇരിക്കെ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളായിട്ട് തന്നെ വേണം കാണുവാൻ. പക്ഷേ ഇതുപോലെ ഇത്തരത്തിൽ ഒരു റോഡിൻ്റെ ഒരു ഭാഗം, ദേശീയപാതയുടെ കടന്നു പോകുന്ന ഒരു ഭാഗം പൂർണ്ണമായിട്ടും സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞിറങ്ങുക, സർവീസ് റോഡ് തകരുക, സർവീസ് റോഡിനപ്പുറം ആ മേഖല ഒന്നാകെ ഇടിഞ്ഞു മാറുക എന്നുള്ളതൊക്കെ വളരെ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് തീർക്കുന്നത്. ഇത് ഈ സിമന്റ് കട്ടകൾ ഇത് വെച്ചുള്ള നിർമ്മാണം സുരക്ഷിതമല്ല എന്നുള്ള വാദം അത് പലരും ഉന്നയിക്കും. നമുക്കത് അവിടെ കാണാൻ പറ്റും. ഇതിലൊക്കെ ഇപ്പോൾ തന്നെ വിള്ളലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ലോക്കായി വെക്കേണ്ടതാണ്. പക്ഷെ ഒന്ന് ലോക്കായിട്ടല്ല ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ ഇതൊക്കെ നിർമ്മാണത്തിന് മുൻപ് പരിശോധിക്കുമ്പോൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്ന സാഹചര്യമുള്ളൂ. പക്ഷേ ദേശീയപാത 66 പല റീച്ചുകളിലും നിർമ്മാണം പൂർത്തിയായ ഉടനെ അത് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ സർവീസ് റോഡിൽ വാഹനങ്ങൾ മൂന്ന് വാഹനങ്ങൾ അവിടെ അപകടത്തിൽപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരിക്കുന്നത്. അതാണ് വലിയ പ്രതിഷേധം വിവിധ സംഘടനകളുടെ ഭാഗത്തും ഇവിടെ ഉയരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഈ ഒരു നിർമ്മാണത്തിലെ അപാകത, നിർമ്മാണത്തിലെ പിഴവ് ഇതെങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതായിട്ട് വരും. അത് കേവലം കുരിയാട് ഭാഗത്ത് മാത്രം ഒരു പ്രശ്നമായിട്ട് ഇതിനെ കാണാൻ കഴിയുകയില്ല. ഇതേപോലെ പാടത്തിന് നടുവിലൂടെ ബൈപ്പാസ് ആയി കടന്നു പോകുന്ന ഓരോ ഇടങ്ങളിലും ഇതുപോലെയുള്ള ഒരവസ്ഥ ഉണ്ടാകുമെന്ന് നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് വേണം ഇതൊരു സൂചന ആയി കണ്ട് ഇതുപോലെ നിർമ്മാണം നടത്തിയ വിവിധ ഇടങ്ങളിലെ അവസ്ഥ കൂടി മുൻകൂട്ടി കണ്ടുവേണം ഇതിനൊരു പരിഹാരം കാണുവാൻ. എന്നാണെങ്കിലും നമുക്ക് വലിയ ആശങ്ക ദിവസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന പാതയുടെ ഭാഗമായിട്ടുള്ള ഒരു സർവീസ് റോഡാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണിരിക്കുന്നത് എന്നുള്ളത് വലിയ ആശങ്ക തന്നെയാണ് ഈ ഘട്ടത്തിൽ തീർക്കുന്നത്. ശരി അനുമോദ്, എന്തായാലും ആർക്കും അപകടമുണ്ടായില്ല എന്നത് മാത്രമാണ് ആശ്വാസമുള്ള കാര്യം. പക്ഷെ അപ്പോഴും ഇതിന് സമാനമായ രീതിയിൽ പലയിടത്തും ഇത്തരത്തിൽ ഉയർത്തി കെട്ടിയ റോഡുകളുണ്ട്. അവിടെയുമൊക്കെയും ഇതേ ആശങ്കയുണ്ട്. ഈ പ്രദേശത്ത് തന്നെ നാട്ടുകാരും രാഷ്ട്രീയ പ്രതിനിധികളും ഒക്കെ നേരത്തെ തന്നെ ആശങ്ക ഉയർത്തിയതാണ്. ഇപ്പോൾ ഈ റോഡ് തുറന്നു കൊടുക്കുന്നതിന് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആണ് സർവീസ് റോഡിന്റെ മെയിൻ റോഡിന്റെ പാർശ്വഭിത്തി ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണ് സർവീസ് റോഡ് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാർ ഡാമിന് സമീപത്തെ മരം മുറിക്കാൻ തമിഴ്നാടിന് അനുമതി നൽകി സുപ്രീം കോടതി. തമിഴ്നാടിന്റെ അപേക്ഷ ഉടൻ തന്നെ കേരളം കേന്ദ്രത്തിന് കൈമാറണം. 3 ആഴ്ചയ്ക്കുള്ളിൽ കേന്ദ്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണം. വള്ളക്കടവ് മുല്ലപ്പെരിയാർ റോഡ് കേരളം ഗതാഗത യോഗ്യമാക്കണമെന്ന തമിഴ്നാടിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചു. തമിഴ്നാട് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ കേരളം തന്നെ റോഡ് നിർമ്മിച്ചു നൽകണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. വിവരങ്ങളുമായി TG സജിത്, എന്തായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിന് തിരിച്ചടിയാവുന്ന ഒരു നിർദ്ദേശമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയത്? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഇത് തിരിച്ചടിയാവുന്ന, കേരളത്തിനെ സംബന്ധിച്ച് തിരിച്ചടിയാവുന്ന തീരുമാനം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. 3 കാര്യങ്ങളിലാണ് കേരളത്തിന് തിരിച്ചടി എന്ന് നമുക്ക് നിരീക്ഷിക്കാനാവുന്നത്. ഒന്ന്, ഈ 23 മരങ്ങൾ മുറിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു തമിഴ്നാട് കേരളത്തിന് ഒരു അപേക്ഷ നൽകിയത്. ബേബി ഡാമിനെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മരങ്ങൾ മുറിക്കണമെന്ന ആവശ്യം തമിഴ്നാട് ഉന്നയിച്ചത്. പക്ഷേ കേരളം അത് അംഗീകരിച്ചില്ല. കാരണം ബേബി ഡാം ബലപ്പെടുത്തി എന്ന വാദം തമിഴ്നാട് ഉന്നയിച്ചാൽ പുതിയ ഡാം എന്ന കേരളത്തിന്റെ ആവശ്യം തന്നെ ഇല്ലാതാവുന്ന സാഹചര്യം ഉണ്ടാവും. അത് മുന്നിൽ കൊണ്ടുകൊണ്ടാണ് കേരളം ആ ആവശ്യം നിരാകരിച്ചത്. തുടർന്ന് തമിഴ്നാട് വീണ്ടും കേരളത്തിന് അപേക്ഷ നൽകുന്നു. ഒപ്പം തന്നെ അത് സുപ്രീം കോടതിയിലും ഒരു നിയമനീക്കമായി പോവുകയാണ് ചെയ്തത്. സുപ്രീം കോടതി ഇത് പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇങ്ങനെയാണ്: ഇപ്പോൾ കേരളത്തിന് തമിഴ്നാട് നൽകിയിരിക്കുന്ന അപേക്ഷ
കേരളം കേന്ദ്രത്തിന് കൈമാറണം. കേന്ദ്ര പരിസ്ഥിതി വകുപ്പാണ് ഇത് സംബന്ധിച്ച് മരം മുറിക്കാൻ അനുമതി നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ടത് കേരളവുമാണ്. ആ തരത്തിലാണ് അതിന്റെ നിയമ നടപടി. അതുകൊണ്ട് കേരളം തന്നെ ഈ അപേക്ഷ കേന്ദ്രത്തിന് കൈമാറി 3 ആഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവണം എന്നതാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന നീക്കം. സ്വാഭാവികമായും അത് കേരളത്തിന് എതിരായി മാറുന്ന മരം മുറിക്കാൻ അനുമതി കിട്ടുന്ന തീരുമാനമായി മാറുന്നു എന്നതാണ് ഒരു സാഹചര്യം. മറ്റൊന്നുകൂടിയുള്ളത് ഈ വള്ളക്കടവിൽ നിന്നും മുല്ലപ്പെരിയാറിലേക്കുള്ള റോഡാണ്. അത് ഒരു മൺപാതയാണ്. ആ മൺപാത റോഡ് ടാർ ചെയ്യണമെന്ന ആവശ്യം തമിഴ്നാട് ദീർഘനാളുകളായി ഉന്നയിക്കുന്നു. പക്ഷേ കേരളം അത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് തമിഴ്നാട് ഈ വാദം ഉന്നയിച്ചപ്പോൾ സുപ്രീം കോടതി ആ റോഡ് നിർമ്മാണത്തിന് അനുമതി നൽകുകയാണ് ചെയ്തത്. കേരളം തന്നെ റോഡ് നിർമ്മിച്ച് നൽകണം, അതിന്റെ ചെലവ് തമിഴ്നാട് വഹിക്കണം, ഒപ്പം തന്നെ തമിഴ്നാടിന്റെ ഒരു ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ കൂടി വേണം ഈ റോഡ് പണി എന്ന നിലപാട് കൂടി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുകൂടി കേരളത്തിന് തിരിച്ചടിയാവുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ബോട്ട് കൂടി വേണമെന്ന ആവശ്യം തമിഴ്നാട് ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യവും പരിഗണിക്കണം എന്നതാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ അർത്ഥത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും കേരളത്തിന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. പക്ഷേ ഇത് തിരിച്ചടിയല്ല എന്ന് കേരളം വാദിക്കുന്നുണ്ട്. മന്ത്രി റോഷി അഗസ്റ്റിനും മറ്റും ഇതിനകം തന്നെ പുറത്തു വന്ന പ്രതികരണങ്ങളിൽ അത്തരം വാദം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ദീർഘകാലങ്ങളായി തമിഴ്നാട് ഉന്നയിച്ചിരുന്ന ഈ ആവശ്യങ്ങൾ നമ്മൾ അംഗീകരിച്ചിരുന്നതല്ല. പക്ഷേ ആ ആവശ്യം ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ചെയ്യാത്ത കുറ്റത്തിന് നേരിട്ട പോലീസ് പീഡനം തുറന്നു പറഞ്ഞ് ദളിത് യുവതി. നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി പറയാൻ എത്തിയ യുവതിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി അപമാനിച്ചു എന്നും ആരോപണമുണ്ട്. DGPക്കും പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്ന് മാല കാണാതായതിന്റെ പേരിലായിരുന്നു പീഡനം നേരിട്ടത്. സംഭവത്തിൽ പേരൂർക്കട SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ പോലീസ് രാജാണ് നടക്കുന്നതെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. കഴിഞ്ഞ മാസം 23-ന് ജോലി കഴിഞ്ഞ് മടങ്ങും വഴി ബിന്ദുവിന് പേരൂർക്കട സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വന്നു. ജോലി ചെയ്ത വീട്ടിലെ ഉടമയുടെ മാല നഷ്ടപ്പെട്ടു. മാല മോഷ്ടിച്ചിട്ടില്ല എന്ന് ബിന്ദു പറഞ്ഞു. ഡ്യൂട്ടി ഉദ്യോഗസ്ഥനിൽ നിന്ന് പിന്നെ കേട്ടത് തെറിവിളി. ഈ പ്രസന്ന എന്ന് പറയുന്ന പോലീസ് ഭയങ്കരമായിട്ട് പിന്നെ മാനസികമായിട്ടും പിന്നെ പിടിപ്പിച്ചത്. മാനസികമൊന്നത് പറഞ്ഞാൽ അറിയിക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനായി. ഭയങ്കരമായിട്ട് എന്നെ ചീത്ത പറഞ്ഞു. അങ്ങറ്റം വരെ എന്നെ ചീത്ത പറഞ്ഞു. ഇന്നത്തെ ചീത്ത ഞാൻ കേട്ടിട്ട് കൂടിയില്ല. ജോലിക്ക് പോയ ഭാര്യയ്ക്കൊപ്പം ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് വരുന്നത് കണ്ട് ഭർത്താവും പകച്ചു. യൂണിഫോം ധരിക്കാതെ പരാതിക്കാരിയുടെ തന്നെ വാഹനത്തിൽ മോഷണം മുതൽ തേടി പോലീസുകാർ എത്തിയതായിരുന്നു. പിന്നീട് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷമുള്ള അനുഭവം പറയുമ്പോൾ ഇപ്പോഴും ബിന്ദുവിന് ഭയമാണ്. നിറത്തിന്റെ കാര്യം പറഞ്ഞ് അപമാനിച്ചു. ഭർത്താവിനെയോ ബന്ധുക്കളെയോ ഭക്ഷണം നൽകാൻ അനുവദിച്ചില്ല. ബന്ധുക്കളെ വിളിക്കാൻ പോലും അനുവദിക്കാതെ ഭക്ഷണമോ വെള്ളമോ നൽകാതെ ഒരു രാത്രി. ഇടയ്ക്ക് പോലീസുകാർ അടിക്കാൻ വന്നു. മക്കളെ കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. മക്കളെയൊക്കെ കേസിൽ കൊടുക്കുമെന്ന് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ പോലീസുകാരനാണ് അങ്ങനെ പറഞ്ഞത്. വേറെ ഒരു പിന്നെ ഇവിടെ കൊണ്ടുവന്ന പോലീസുകാരനെ ഭയങ്കരമായിട്ട് അടിക്കാനൊക്കെ തന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവന്നു. അടിച്ചില്ല, അടിക്കാൻ കഴിയുമെങ്കിൽ. നിലവിൽ സർക്കാർ എടുത്തുള്ള നടപടിയിൽ തൃപ്തികരമാണ്. മറ്റുള്ള പോലീസുകാർക്കെതിരെ അതുപോലെ മറ്റുള്ള ഈ 3 പേരേ ഉള്ളൂ ഇത്രയും ക്രൂരത എന്നോട് കാണിച്ചിട്ടില്ല. വേറെ ആരും അങ്ങനെ ഒടുവിൽ നഷ്ടപ്പെട്ടു പോയ മാല തിരികെ കിട്ടി. ബിന്ദുവിനെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞുവിടുമ്പോൾ ഒരു താക്കീത് കൂടി നൽകി. മേലിൽ ഈ പ്രദേശത്ത് കണ്ടുപോകരുതെന്ന്. 3-ാം തീയതി അനുഭവിച്ചതൊക്കെയും വിശദമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും പട്ടികജാതി പട്ടികവർഗ വകുപ്പിനും പരാതി നൽകി. ദിവസം ഇത്ര കഴിഞ്ഞിട്ടും അതിലും നടപടിയുണ്ടായില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയപ്പോൾ P. ശശിയിൽ നിന്ന് അവഗണന നേരിട്ടു. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പോൾ ആ നിലയിൽ പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും. സംഭവം വിവാദമായതിനു പിന്നാലെ പേരൂർക്കട SIയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ പോലീസ് രാജാണെന്ന ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഐക്യ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള ബിന്ദുവിന് കൊടുക്കുകയാണ്. നീതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടന്നിട്ടുള്ള ഈ അന്യായം, ഈ അനീതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരം ഉണ്ടായില്ല എന്നത് പ്രതിഷേധാർഹമാണ്. സർക്കാരിന്റെ 4-ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കഥകളാണ്, സംഭവങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.
മോഷണക്കുറ്റം ചുമത്തി ദളിത് യുവതിയോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ജോലി ചെയ്യുന്ന ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവിട്ടു. പോലീസിൽ നിന്ന് മാനസിക പീഡനത്തിനിരയായ വീട്ടുജോലിക്കാരിയുടെ മൊഴി വനിതാ അഭിഭാഷകയുടെ സാന്നിധ്യത്തിൽ എടുക്കണം. ഇതിനായി ഒരു വനിതാ അഭിഭാഷകയെ ജില്ലാ ലീഗൽ സർവീസ് സൊസൈറ്റി സെക്രട്ടറി നിയമിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി വാർത്തകൾ ഇതുവരെ കാണാം. ഭവ്യ പാർവതി ചേരും.